ചെയ്ത് മമ്മൂക്കാണല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടോ മൂന്നോ ദിവസം ഞാനും ഡയറക്ടർ രതീനയും ഞങ്ങൾ റൈറ്റേഴ്സും മമ്മൂക്കാൻ്റെ വീട്ടിലിരുന്നിട്ട് ഇതിൻ്റെ നല്ല തറവായിട്ടൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ പരിപാടികളും ഓരോ സീൻ ബൈ സീൻ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ഒരേ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ എല്ലാതരം വേദനകളിലൂടെയും സിനിമ പോകുന്നുണ്ട്. അതായത് അയാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പെയിൻഫുൾ ആണ്. അദ്ദേഹത്തിനത് പിന്നെ പെങ്ങള് പോയി പെങ്ങള് വേറൊരു താഴ്ന്ന ജാതിക്കാരൻ്റെ കൂടെ അയാൾ ഉദ്ദേശിക്കുന്ന ജാതിക്കാരുടെ പോയിട്ട് അതങ്ങോട്ട് വിട്ടതാണ് പുള്ളി. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ അവർ ഈ ഫ്ലാറ്റിലേക്ക് വരുന്നത്. അപ്പോൾ അമ്മയോട് പോയി പറയുന്നുണ്ട്, നമ്മളത് ഒഴിവാക്കിയല്ലേ പിന്നെ ഇതിങ്ങനെ മറ്റുള്ളവരോട് പറയേണ്ടി വരുന്നത്. അപ്പോൾ അയാൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായില്ല. അയാളെ വേദന ഭയങ്കര ട്രിക്കി ആയിട്ടാണ് നമ്മൾ ചെയ്തത്. അതായത് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വർമ്മ സാറിൻ്റെ വേദനയുടെ കൂടെ പ്രേക്ഷകർ നിൽക്കുകയും വേണം, എന്നാൽ നിൽക്കുന്നത് മോശമല്ലേ എന്ന് അവർക്ക് തോന്നിയും വേണം. മനസ്സിലായില്ല. അതായത് പെങ്ങളെ കൊന്നു കഴിഞ്ഞിട്ട് ഒരു ആ മുടിയുടെ മാറ്റി വെക്കുന്നൊരു ഷോട്ട് ഉണ്ടല്ലോ, അപ്പോൾ വർമ്മ കരഞ്ഞു പോകുന്നുണ്ട്. ഐ മീൻ സങ്കടം കൊണ്ട്. ആ ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അയാളോട് സങ്കടം തോന്നുകയും വേണം, എന്നാ സങ്കടം തെറ്റാണെന്നും തോന്നണം. അത് വലിയ റിസ്ക് ആയിരുന്നു. ചിലർക്ക് തെറ്റാന്ന് തോന്നി, ചിലർക്ക് തോന്നിയില്ല.